നമ്മൾ ദൈവത്തിന്റെ കരുണയെപ്പറ്റി, കരുണയുടെ ബഹുത്വത്തിൽ ദാവീദ് ആശ്രയിക്കുന്ന ഒരു സങ്കീർത്തനം ആണ് 51 സങ്കീർത്തനം. നമ്മളത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സുറിയാനി ആരാധനയിൽ, പ്രാർത്ഥനയിൽ വളരെ പ്രാധാന്യമുള്ള മസുമൂറ, 51 മസുമൂറ എന്ന് വിളിക്കുന്നു. 51 മസുമൂറ നമ്മൾ ഏറ്റവും അധികം ആവർത്തിക്കുന്ന ഒരു മസുമൂറയാണ്. നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥന. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കരുണ, മേഴ്സി ഓഫ് ഗോഡ്. നമ്മള് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം, നാം എല്ലാവരും മുന്നമേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, മേഴ്സിഫുൾ ഗോഡ്. ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് പൗലുസ്ലിഹ, കരുണാസമ്പന്നനായ ദൈവം. പൗലുസിന്റെ എഴുത്തുകളിൽ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ കരുണയെ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് അത് നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ്. ആർദ്ര കരുണയാൽ ദൈവം നമ്മെ വിസിറ്റ് ചെയ്യുകയാണ്. നമ്മളത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 79-ാം വാക്യം, ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. തീത്തോസിന് എഴുതുമ്പോൾ പൗലുസ്ലിഹ പറയുകയാണ്, ഇവിടെ ആർദ്ര കരുണയാൽ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇതൊരു പ്രോഫസിയാണ്. അവന്റെ അപ്പനായ സക്കറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ആ ഒരു ദീർഘമായ പ്രവചനമാണ്. നമ്മുടെ പിതാക്കന്മാരുടെ കരുണ പ്രവർത്തിക്കേണ്ടതിനും, അപ്പം അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ്. പ്രസംഗങ്ങളിലാണെങ്കിലും സക്കറിയാവ് ഇന്നപോലെ പറഞ്ഞു എന്നുള്ള ഒരു ധാരണ പൊതുവെ നമ്മുടെ ആളുകൾക്കില്ല. സക്കറിയാവ് ഊമനായി പോയി എന്നൊക്കെ പറയുമെന്നുള്ളതല്ലാതെ, പക്ഷെ സക്കറിയാവിന്റെ മൗനം മാറിയിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സക്കറിയാവ് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിശബ വിളിച്ചു പറയുന്നത് നമുക്കറിയാം, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് അങ്ങനെ ഉണ്ടായി. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സക്കറിയാവ് പറഞ്ഞ കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില ദീർഘമായ ഒരു ഇതാണ്. അതായത് ഒരു 11 വാക്യങ്ങളുണ്ട് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ. അപ്പൊ അത് ക്ലോസ് ചെയ്യുമ്പോൾ പറയാണ്, ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു, നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആ കരുണയിൽ നിന്നാണ് ആ വിസിറ്റേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഒരു വിസിറ്റേഷൻ നമുക്കുണ്ടാകുന്നെങ്കിൽ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഹിസ് മേഴ്സി. അപ്പൊ ദൈവം കരുണയുള്ളവനാണ്. നമ്മൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ അതിന്റെ 19-ാം വാക്യം, ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. അപ്പൊ ഇതേ ഭാഗമാണ് പൗലുസ്ലിഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ ഉദ്ധരിക്കുന്നത്. അതിന്റെ 34-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ പറയാണ്, യഹോവ അവന്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ച് എന്തെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ
പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. എന്നാറെ മോശ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇവിടെ നമ്മൾ കാണുന്ന ദൈവം തന്റെ കരുണയെ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. ആയിരത്തിന് ദയപാലിക്കുന്ന ആ കരുണ ദൈവം ഹൈലൈറ്റ് ചെയ്യുന്ന മേഴ്സി. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അവിടെ അകൃത്യവും അതിക്രമവും പാപവും വെറുതെ വിടാതെ ശിക്ഷിക്കും എന്ന് പറയുന്നു. അത് അവിടെ നമുക്ക് പലപ്പോഴും അതൊരു റൈറ്റിയസ്നെസ് അതിനെ കാണിക്കുന്നതാണ്. പക്ഷേ ദൈവത്തിന്റെ ഹൃദയം ഇസ് ഫുൾ ഓഫ് ലവ്. അത് ദൈവത്തിന്റെ ഹൃദയം സ്നേഹമാണ്. ആ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന പുഷ്പങ്ങളാണ് ഈ കരുണ. അപ്പൊ ഒറിജിനൽ ദൈവത്തിന്റെ ആ നേച്ചർ എന്താണെന്ന് മോശ കാണുകയാണ്. മോശയ്ക്ക് മനസ്സിലാകുകയാണ് ദൈവം കരുണയും ദയയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാണ്. ദ ലോർഡ് എ ഗോഡ് merciful and gracious, slow to anger and abounding in steadfast love and faithfulness, keeping steadfast love for thousands, forgiving iniquity and transgression and sin. ഇതാണ് ദൈവത്തിന്റെ നേച്ചർ, ദൈവത്തിന്റെ ആ സ്നേഹം. നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ ആണ് ദൈവത്തിന്റെ നേച്ചർ. അതാണ് മോശ കണ്ട ദൈവം. പക്ഷെ ദൈവത്തെ കണ്ടെങ്കിലും ആ കണ്ടതിന് തുല്യമായി പ്രതികരിക്കുവാൻ, അത് റിഫ്ലക്റ്റ് ചെയ്യുവാൻ പലപ്പോഴും മാനുഷികമായ പരാജയങ്ങൾ. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ലിറ്റർജികളിൽ ഒക്കെ എഴുതിയിരിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഫോളൻ നേച്ചർ ഓഫ് മാൻ, മനുഷ്യന്റെ വീണുപോയ അവസ്ഥ. ഇപ്പൊ സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനകൾ. ഇപ്പൊ ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകും. അപ്പൊ യാതൊരു സമാധാനവും ഇല്ലാത്ത സാഹചര്യത്തിലും നമ്മളത് പറയുകയാണ്. അത് വെറുതെ വാഗൊണ്ട് പറയുക, ഇത് സമാധാനമാണ്, ഇത് സ്തോത്രമാണ്, ഇത് നിരപ്പിലും സമാധാനത്തിനും അണയ്ക്കുന്നു. അപ്പം എവിടെയാണ് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പറയുകയാണ്, ഇത് രണ്ട് ലോകങ്ങളിലും നിരപ്പിലും സമാധാനത്തിനുമായിട്ടാണ് ഞങ്ങളിത് അണയ്ക്കുന്നത്. രണ്ട് ലോകങ്ങളിലെ നിരപ്പും സമാധാനവും പോയിട്ട് ഈ രണ്ട് വിഭാഗങ്ങളുടെ ഇടയിൽ പോലും എന്തുണ്ടാകുന്നില്ല, നിരപ്പും സമാധാനം ഉണ്ടാകുന്നില്ല. അപ്പൊ അർത്ഥശൂന്യമായി പോവാണ്. ഇപ്പൊ ദൈവത്തിന്റെ പാർട്ടും ഉണ്ട്, മനുഷ്യന്റെ പാർട്ടും ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ പാർട്ടിൽ നിന്നാണ് ദൈവം പറയുന്നത്, തന്റെ ഹൃദയത്തെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ, കരുണയും മനസ്സലിവുമുള്ളവൻ. അപ്പൊ മനുഷ്യൻ തന്റെ ക്രോധത്തെ എന്ത് ചെയ്യാണ്, അതിനോട് ആഡ് ചെയ്യുക. ഇതാണ് ഈ ദൈവവചനത്തോട് കൂട്ടുചേർക്കാന്ന്. നമ്മൾ ഒരിക്കലും ദൈവവചനത്തോട് എന്ത് ചെയ്യരുത്, കൂട്ടുചേർക്കരുത്, ഒന്നും കൊണ്ട് ആഡ് ചെയ്ത് വെക്കരുത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക, കരുണ കാണിക്കുക, ദയ കാണിക്കുക. ഇതാണ് ഞാനിത് കുറെ കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത്. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ ദാവീദിനെ നോക്കാം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, രണ്ടാമത്തെ പുസ്തകം, 2 ദിനവൃത്താന്തം, അതിന്റെ 30-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങൾ യഹോവയിലേക്ക് വീണ്ടും തിരിയുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരുണ ലഭിച്ച് ഈ ദേശത്തിലേക്ക് മടങ്ങി വരും. നിങ്ങളുടെ ദൈവമായ യഹോവ കൃപയും കരുണയും ഉള്ളവനല്ലോ. നിങ്ങൾ അവന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്നു എങ്കിൽ അവൻ നിങ്ങളെ നോക്കാതെ വണ്ണം
മുഖം തിരിച്ചു കളയുകയില്ല. ഇറ്റ്സ് എ കൺവിക്ഷൻ. ദൈവത്തിന്റെ കരുണയെ പറ്റിയുള്ള കൺവിക്ഷനാണ്. നമുക്ക് ഈ പ്രവാചകന്മാരുടെ എല്ലാ പുസ്തകങ്ങളിൽ അതൊന്നും ഞാൻ വായിക്കുന്നില്ല. യെശയ്യാവ്, യോനായ, യോവേല്, ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ എല്ലാം പുസ്തകത്തിൽ അവർ ദൈവത്തിന്റെ കരുണയെ വർണ്ണിച്ചെഴുതിയിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ കരുണയെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. അതുകൊണ്ടാണ് ഈ 51-ാമത്തെ സങ്കീർത്തനം എഴുതിയത്. ദൈവമേ, നീ ഹനനയാഗങ്ങൾ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ ഒരിക്കലും നിരസിക്കുന്നില്ല. ഇതാണ് ദാവീദിന്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് എത്രമാത്രം ലൈറ്റ് കിട്ടി, എത്രമാത്രം അണ്ടർസ്റ്റാൻഡിങ് കിട്ടി, അതാണ് നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ദൈവം എത്ര കരുണയുള്ള ദൈവമാണ്. ഹൗ മച്ച് ഗ്രേഷ്യസ് ഹി ഈസ്. നമുക്ക് ദൈവത്തിന് പരിധിയുണ്ട്. അപ്പം നമ്മുടെ ദൈവം മഹാദൈവത്തെയാണോ നിങ്ങൾ സേവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നത്, അതോ പരിധിയുള്ള ഒരു ദൈവത്തെയാണ്? എന്തിന്റെ പരിധിയാണ്? ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഭയങ്കര ശക്തനായ ദൈവം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റും ദൈവം, ഇത് ചെയ്യാൻ പറ്റും ദൈവം, വെള്ളം വീഞ്ഞാക്കി കടലിന് മീതെ നടന്നു, കാറ്റിനെ കടലിനെ ശാസിച്ചു, കുരുടന് കാഴ്ച കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. പക്ഷേ കുരിശിൽ കിടന്നിട്ട് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിച്ചു. അപ്പൊ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ശതാധിപൻ പറഞ്ഞു, ഇവൻ വാസ്തവത്തിൽ ദൈവപുത്രൻ. അപ്പൊ കർത്താവ് പെർഫോം ചെയ്ത അത്ഭുതങ്ങളൊന്നും ഈ സെഞ്ചൂറിയൻ, ഈ ശതാധിപൻ ആ കൺവിക്ഷൻ കൊണ്ട് കൊടുത്തില്ല. പക്ഷെ ക്രിസ്തു ക്ഷമിക്കുന്ന കണ്ടപ്പോൾ, സ്നേഹിക്കുന്ന കണ്ടപ്പോൾ, പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ഈ ശതാധിപൻ പറയുകയാണ്, ഇവൻ വാസ്തവത്തിൽ ദൈവപുത്രൻ. അപ്പൊ നമുക്ക് കൺവിക്ഷൻ കൊടുക്കാൻ പറ്റും, നമുക്ക് എന്തുമാത്രം ആ ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ ഒക്കെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, അല്ലെങ്കിൽ നിന്നാൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, നിന്നാൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ശത്രുക്കളെ ഓടിക്കും, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിൽ കീർത്തിമാന്മാനായി തീരും. പക്ഷെ ക്രിസ്തുവിനെ നോക്കുക, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി കുടികൊള്ളുന്നു. അപ്പൊ ആ ക്രിസ്തു എന്താ ചെയ്തേ? ക്രിസ്തു ഒരു യുദ്ധവും ചെയ്തില്ല. റോമാക്കാരെല്ലാം വേണേ ഭസ്മമാക്കുവോ, അല്ലെങ്കിൽ തോൽപ്പിക്കുവോ? പഴയ നിയമത്തിൽ കാണുന്ന, അല്ലെങ്കിൽ ഗിദെയോന്റെ കാലത്ത് കാണുന്ന പോലെയോ, ശിംശോന്റെ കാലത്ത് കാണുന്ന പോലെയോ, അല്ലെ ദെബോരയുടെ കാലത്തെ, ന്യായാധിപന്മാരുടെ ഒക്കെ കാലത്ത് കാണുന്ന പോലെയോ ഇസ്രായേൽ എന്ന ഗോത്രത്തിന് ഒരു വിജയം നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന റോമാക്കാരുടെ ആ നുഖത്തിൽ നിന്ന് അവരെ വിടുവിക്കുക, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുക, ഇതൊന്നും അല്ല കർത്താവ് ചെയ്തു. ഇപ്പൊ കർത്താവ് ദൈവത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ആ കുരിശിൽ കിടക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവരോട് ക്ഷമിച്ചു. ഇപ്പൊ പൂർണ്ണ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് ഈ എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എബ്രായ ലേഖനം 1-ാം അധ്യായം, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതെല്ലാം ഭാഗികമായിട്ട് മാത്രമാണ് ജനങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ പൂർണ്ണമായ ഒരു അരുളപ്പാട്, അല്ലെ പൂർണ്ണമായി ദൈവം തന്നെ വെളിപ്പെടുത്തിയത് പുത്രനിലൂടെയാണ്. അതിനു മുമ്പ് വെളിപ്പെടുത്താൻ സാധിച്ചില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, പഴയ കാലത്ത് ഈ ഫോട്ടോഗ്രാഫി ഒക്കെ വന്നപ്പോൾ, അന്ന് ഈ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഈ എത്ര ഭംഗി, ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം അല്ലെ ടെലിവിഷനൊക്കെ ഇറങ്ങുമ്പോൾ, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പുതിയ TV ഇറങ്ങി. ഞാനിവിടെ ഈ TV ഡിസ്പ്ലേ ചെയ്യുന്ന കടയിൽ, നമ്മൾ ദിവസവും പാലും മുട്ടയൊക്കെ മേടിക്കുന്ന കടയിൽ തന്നെ TV മിക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ TV കാണാൻ പോകുന്നാൽ. അവിടെ പുതിയ TV വരുമ്പോൾ ഓരോ പ്രാവശ്യവും TV ഇറങ്ങുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇതിനൊക്കെ ഭയങ്കര ഇറക്കത്തില്ല, കാരണം എന്തൊരു ക്ലാരിറ്റിയാണ്. പക്ഷെ അടുത്ത TV വരുമ്പം ഈ പഴയതിന്റെ അടുത്ത് കൊണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം പഴയതൊന്നുമല്ല, അതിനേക്കാൾ മികച്ചതാണ് അടുത്തത്. പിന്നെ അടുത്ത് വരും. അപ്പൊ ഇതിൽ ഇപ്പൊ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരെണ്ണം ഇറങ്ങി
കണ്ടപ്പോൾ ഞാനത് പോയി നോക്കി, കുറെ നേരമൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ തന്നെ ചിന്തിച്ചു, ഇതായിരിക്കും ഫൈനൽ, ഇതിനപ്പുറത്തൊന്നും. പക്ഷെ ഇനി അടുത്തത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ എടുത്തത് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി കൂടി 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 വരിക. അപ്പൊ അതാണ് റെവലേഷൻ, പ്രോഗ്രസീവാണ്. പണ്ടത്തെ ഒരു ഫോട്ടോ ഒക്കെ ഇല്ലേ, പണ്ടത്തെ അന്ന് ഫോട്ടോ എടുത്ത ആളുകള്, അല്ലെങ്കിൽ ഈ സിനിമയൊക്കെ ആണെങ്കിലും ഓരോരോ ടെക്നോളജി ഒക്കെ വന്നപ്പോൾ സിനിമയ്ക്ക് ക്ലാരിറ്റി, നമ്മൾ ഓർക്കും അതായിരിക്കും. കളർ സിനിമയൊക്കെ വന്നത് ഞാൻ ഓർക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നിന്ന് കളറിലേക്ക് വന്നപ്പോൾ നമ്മൾ ഓർത്തു ഇത്ര ഇതാണ് മാക്സിമം. പക്ഷെ വന്ന് 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 ഇപ്പം ഇനി വരുമ്പോൾ എന്താ അതിനേക്കാൾ ക്ലാരിറ്റി. ഫോട്ടോകൾ, നിങ്ങൾ പഴയ ഫോട്ടോ നോക്ക്, പുതിയ ഫോട്ടോ നോക്ക്, പുതിയ ഫോട്ടോയ്ക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് പഴയ കാലങ്ങളിൽ ദൈവം തന്നെ എന്ത് ചെയ്യാണ്, മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ മനുഷ്യന് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാതെ വന്നത് എന്തുകൊണ്ടാണ്? അത് ദൈവത്തിന്റെ കുറവല്ല, മനുഷ്യന്റെ കുറവാണ്. ദൈവത്തെ മനുഷ്യന് പകർന്നു കൊടുത്ത മനുഷ്യരുടെ കുറവാണ്. ആരായിരുന്നു? പുരോഹിതന്മാർ, പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ. ഇങ്ങനെയുള്ള 4 മധ്യസ്ഥരിലൂടെയാണ് ദൈവം മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തുന്നത്. പുരോഹിതന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും ഒക്കെയാണ് ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തുക. അപ്പൊ അവരുടെ പരാജയങ്ങൾ, അവരുടെ കുറവുകൾ മുഴുവൻ ആ വെളിപ്പാടിനെ അല്ലെങ്കിൽ ആ സന്ദേശത്തെ എന്ത് ചെയ്തു? സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ഡിസ്റ്റോർട്ടഡ് ഇമേജ് ആണ് കിട്ടിയത്, ഒരു പെർഫെക്റ്റ് ഇമേജ് അല്ല. നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ക്യാമറ ഒക്കെ ഷേക്ക് ചെയ്താൽ ഒരു വല്ലാത്ത പടം പോലെ കിട്ടും. സൂക്ഷിച്ച് നോക്കുമ്പോൾ ആളെ മനസ്സിലാവും, ഒന്ന് വിറച്ച പോലെ നിൽക്കും. മനസ്സിലായോ? നമ്മളിങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് കാണുന്നുണ്ടല്ലോ, ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ സിനിമാ നടൻ ശ്രീനിവാസൻ ഇങ്ങനെ പൊങ്ങി കാണിക്കുന്നു ഇല്ലേ, ഒരു കോമഡി ആയിട്ട് ഇപ്പം കാണാമല്ലോ. അപ്പൊ ഇത് ഞാൻ തന്നെയാണോ എന്ന് ഈ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫോട്ടോ എടുത്ത ആൾ പറയുന്നുണ്ട് താൻ തന്നെയാ. ഇത് ഞാനല്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിപ്പോ എന്റെ കുറ്റമല്ലല്ലോ, താനെന്തിനാ അനങ്ങിയത്? അപ്പൊ ഈ ക്യാമറ ചലിച്ചാലേ സംഭവിക്കും, നമ്മൾ ചലിച്ചാലേ സംഭവിക്കും. അപ്പൊ ഫോട്ടോയ്ക്ക് വൈകല്യം ഉണ്ടാവും. പിന്നെ സൂക്ഷിച്ചൊക്കെ നോക്കിയാ ഏറെക്കുറെ ഇത് നമ്മളാന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ തോന്നും, അല്ലെങ്കിൽ ആളെ അറിയാവുന്നവർക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പൊ ഈ പഴയ നിയമത്തിലൂടെ വന്നപ്പോ കിട്ടിയ ദൈവബോധ്യം ഇതുപോലെ വിറച്ച ക്യാമറയും അല്ലെങ്കിൽ ഭാഗികമായ വെളിപ്പാടുകൾ ഭാഗികമായിട്ടാണ് കിട്ടിയത്. അപ്പൊ പൂർണ്ണമായിട്ടും ആ ദൈവത്തെ കിട്ടുന്നത്. അപ്പൊ അതാണ് ഹീറോയിസം, അതാണ് ദൈവം എന്നൊക്കെ ഇവര് ചിന്തിക്കുകയാണ്. അപ്പൊ ഇവര് ശമരിയയിലൂടെ പോകുമ്പം ശമരിയക്കാർ ഇവരെ ബഹുമാനിക്കുന്നില്ല, വേണ്ട വിധത്തിൽ ബഹുമാനിക്കുന്നില്ല. അപ്പോ ശിഷ്യന്മാർ യേശുവിനോട് പറയാണ്, കർത്താവെ നിനക്ക് സമ്മതമാണോ ഏലിയാവ് തീ ഇറക്കിയതുപോലെ ഞങ്ങൾ ഇവിടെ തീ ഇറക്കാം? എങ്ങനെയാ ഈ ശമരിയ പട്ടണം അങ്ങ് കത്തിക്കാം? കാരണം എന്നാ? കാരണം നമ്മളെ ഇവരെന്ത് ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അത് വലിയൊരു റീസണാണ്. ഒരു പട്ടണം കത്തിച്ച് കളയാനുള്ള, അതിനേക്കാൾ 10 പട്ടണം കത്തിക്കാനുള്ള റീസണാണ്. കാരണം എന്നാ? നമ്മളെ ബഹുമാനിക്കുന്നില്ല. അപ്പൊ നമ്മളെ ഇവര് വേണ്ട വിധത്തിൽ ബഹുമാനിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് കത്തിക്കാം. അപ്പം അതിന് മാതൃകയാരാ? ഏലിയാവ്. അപ്പൊ ഏലിയാവ് തീ ഇറക്കിയതുപോലെ നമുക്ക് തീ ഇറക്കിയിട്ട് ഈ ശമരിയ പട്ടണം എല്ലാം നമുക്ക് കത്തിച്ചു കളയാം. അപ്പൊ യേശു അവരെ ശാസിക്കുന്നു. യേശു അവരെ ശാസിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? പഴയ നിയമത്തിലെ പ്രവാചകനായ ഏലിയാവ് ചെയ്തൊരു കാര്യമാണ്. ആ ഏലിയാവിനെ ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എടുത്തു. മോശക്കാരനൊന്നുമല്ല, നല്ല ക്രെഡൻഷ്യലുള്ള ആളാണ്. അപ്പോ ഈ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവ്
തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു പ്രവൃത്തി ശരിക്കും ദൈവാത്മാവിൽ അല്ലായിരുന്നു എന്നാണ് യേശു പറയുന്നത്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഞെട്ടരുത്, അങ്ങനെ തന്നെയാണ് യേശു പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒരു തെറ്റ് ചെയ്തതിനാണ് ഈ ശിക്ഷ കൊടുക്കുന്നത്, ഈ തീ ഇറക്കുന്നത്. അത് യഹൂദന്മാർ തലമുറകളായിട്ട് ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഏലിയാവിന്റെ ഹീറോയിസമാണ്. അപ്പൊ അത് നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഏലിയാവിനെ ഉദ്ധരിച്ചിട്ടാണ് ഇവർ പറയുന്നത്, ശിഷ്യന്മാർ പറയുന്നത്, കർത്താവേ നിനക്ക് സമ്മതമാണോ ഏലിയാവ് വണ്ടി ചെയ്തതുപോലെ നമുക്കും ഇപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ തീ ഇറക്കാം. അപ്പൊ യേശു പറയാണ്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? അപ്പൊ ഏത് ആത്മാവിന് അധീനനായിട്ടാണ് ഏലിയാവ് അത് ചെയ്തത്? Surely he was not guided by the Holy Spirit. Surely that time he was not controlled by, he was not guided by the Spirit of God, true living God. യേശു പറയുന്നു. അപ്പോ യേശുവാണ് കാണിച്ചു തരുന്നത് ട്രൂ ഗോഡ് ആരാണ്. ഒത്തിരി ആളുകളെ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുക, സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം അവരൊക്കെ ചോദിക്കുന്നത്, ആ വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ പാസ്റ്റർ, ഈ വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ, അവിടെ ഒരു വാക്യം ഉണ്ടല്ലോ, ഇവിടെ ഒരു വാക്യമുണ്ട്, പലയിടത്തും വാക്യങ്ങൾ കാണും. ഈ ബൈബിൾ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ ഇത് എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ദൈവം നമുക്ക് പല സാധനവും തരുന്നുണ്ട്. ദൈവം മലയാളികൾക്ക് തരുന്ന ഒരു സാധനമാണ് തേങ്ങ. നിങ്ങൾക്ക് തേങ്ങ നിങ്ങളുടെ തെങ്ങൽ ഇങ്ങനെ ഉണ്ടായി വരിക. നിങ്ങൾ എങ്ങനെയാ തേങ്ങ തിന്നുന്നത്? സോളാ സ്ക്രിപ്ചറാ? തേങ്ങ പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗോഡ് ഗിവൺ ഫ്രൂട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നൊന്നും കളയാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മൊത്തത്തിൽ കടിച്ചു തിന്നും. നിങ്ങൾ തേങ്ങ തൊണ്ടും ചകിരിയും ചിരട്ട അടക്കാണോ തിന്നുന്നത്? അങ്ങനെ തിന്നുന്നവർ കാണും. നോ. അപ്പൊ തേങ്ങ പൊതിക്കുക, ആ ചിരട്ട ഉടയ്ക്കുക, തേങ്ങ എടുക്കുക, തേങ്ങ വെള്ളം കുടിക്കുക, തേങ്ങ എടുക്കുക, തേങ്ങ എന്ത് ചെയ്യുക? യുക്തമായിട്ട് അതെങ്ങനെ ഉപയോഗിക്കണം. ഒരു പപ്പായ, ആ പപ്പായ കിട്ടുമ്പോൾ പപ്പായയുടെ തൊലി നിങ്ങൾ ചെത്തിക്കളയുന്നു, അതിന്റെ കുരു വാർന്നെടുത്ത് കളയുന്നു, അതിന്റെ ഫ്ലഷ് കഴിക്കുന്നു. ചക്ക എങ്ങനെ തിന്നുന്നേ? ചക്കയോടെ കടിക്കുകയല്ല. അപ്പൊ അതുപോലെയാണ് ഈ ബൈബിള് നിങ്ങൾക്ക് കിട്ടുമ്പോ, ഈ ദൈവം തന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ഇതിന്റെ അങ്ങ് ആദ്യം തൊട്ട് മഹാത്മാഗാന്ധി എഴുതിയിരിക്കുന്നത് തൊട്ട് ഇനി വരെ അങ്ങ് വായിച്ച് ഇതെല്ലാം നമുക്കുള്ള, അങ്ങനെ റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ. അപ്പൊ തിരുവെഴുത്തുകളെ വേണ്ട വിധത്തിൽ പഠിക്കണം. അല്ലാതെ ബൈബിളിലുണ്ടേ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കല്ല വേണ്ടത്. എനിക്കെന്ത് മാത്രം മെസ്സേജ് കിട്ടുന്നത്, പാസ്റ്ററെ അവിടെ അങ്ങനെ ഒരു വാക്യമുണ്ട്, ഇവിടെ ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് ബോദർ. ബൈബിളിൽ ഒരു വാക്യം ഉണ്ടെന്ന് വെച്ചാൽ എന്റെ ഉറക്കമൊന്നും പോകത്തില്ല. കാരണം ഐ നോ മൈ ഗോഡ്, എന്റെ രക്ഷകനെ എനിക്കറിയാം. ഐ നോ മൈ റിഡീമർ, എന്റെ വീണ്ടെടുപ്പുകാരനെ എനിക്കറിയാം. യഹോവയായ ദൈവം ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിയണം. ആ ദൈവം എത്ര സ്നേഹവാനാണെന്ന് അറിയണം, എത്ര കാരുണ്യവാനാണെന്ന് അറിയണം. ആ ദൈവത്തെ തിരിച്ചറിയണം. അല്ല, ദൈവത്തെ അറിയാതെ അവിടെ വാക്യമുണ്ട്, ഇവിടെ വാക്യമുണ്ട്, അവിടെ ഒരു വാക്യമുണ്ട്, അവിടെയൊക്കെ വാക്യങ്ങൾ കിടക്കട്ടടാ. അപ്പൊ അതിനാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. അപ്പൊ ദൈവം നമുക്ക് ഈ പ്രകൃതിയിൽ നമുക്ക് തരുന്ന ഓരോ വിഭവങ്ങളും നമ്മൾ എടുക്കുന്നത്, കഴിക്കുന്നത്, അത് യുക്തമായിട്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഡിവൈഡ് ചെയ്യാതെ അല്ല കഴിക്കുന്നത്. നമ്മളൊരു തേങ്ങ കഴിക്കുന്നുണ്ടെങ്കിൽ ആ തേങ്ങ മുഴുവനായിട്ടല്ല കഴിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ബൈബിളിൽ വാക്യങ്ങൾ കാണുമ്പോൾ ആ വാക്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്യണം. അവിടെയാണ് ചർച്ചിന്റെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് ഈ സഭയിൽ നിന്ന് ബൈബിൾ എടുത്തുകൊണ്ട് പോയപ്പോ ഉണ്ടായ അപകടം. സഭയിൽ നിന്ന് ബൈബിൾ എടുത്തുകൊണ്ട് പോയപ്പോ ഉണ്ടായ അപകടം. പണ്ട് ഈ ശീമേന്ന് ഒരു തിരുമേനി വന്നു നാട്ടില്. ശീമേൻ തിരുമേനി വന്നപ്പോ ഇങ്ങനെ ഈ താടിയും മീശയെല്ലാം ഉള്ള ഒരു സുറിയാനി മേൽപ്പെട്ടക്കാരന്. അപ്പൊ അദ്ദേഹത്തിന് ചക്ക കൊടുത്തു.
മലയാളികൾ കൊടുത്താ. ചക്ക തിന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ അരക്കെല്ലാം കയ്യെ പറ്റി കഴിഞ്ഞപ്പോഴേക്കും ഇതെങ്ങനെയാ മീശയിലും എല്ലാം അരക്കെ. അപ്പൊ ചോദിച്ചത് എങ്ങനെയാ തൂക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്ത് ചെയ്തു, കുറെ പഞ്ഞി എടുത്തു കൊടുത്തു തൂക്കാൻ. ആ പാവപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്തു, പഞ്ഞി വെച്ച് തൂത്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഇതായി. അപ്പൊ ഇവരെല്ലാം നിന്ന് കളിയാക്കി ചിരിച്ചു. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പൊ ഈ എന്ന് പറഞ്ഞ പോലെ ഇത്, കാരണം ഇത് കഴിക്കേണ്ട രീതി കഴിക്കണം, കൈകാര്യം ചെയ്യേണ്ട രീതി കൈകാര്യം ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഫ്രൂട്ട് കണ്ടു കഴിയുമ്പോൾ, ഇപ്പൊ നമ്മളൊരു പുതിയൊരു നാട്ടിൽ ചെല്ലുക, ആഫ്രിക്ക ചെല്ലുക, അപ്പൊ അവിടെ ഒരു ഫ്രൂട്ട്, അപ്പൊ ആ ഫ്രൂട്ട് കണ്ടു കഴിയുമ്പോൾ കണ്ടാൽ നല്ല ഭംഗി, നമ്മൾ കഴിക്കണം. നമ്മൾ ആദ്യം ഈ സായിപ്പ് വന്നിട്ട് കേരളത്തിൽ വന്ന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം മരോട്ടിക്ക നിന്ന് മരിച്ചുപോയി, പത്രത്തിലൊക്കെ വന്ന പുള്ളി മാങ്ങ ആണെന്ന് ഓർത്ത്, എന്തോ മാങ്കോ ആണെന്ന് ഓർത്ത് മരോട്ടിക്ക നിന്നു, അതായത് മരിച്ചു, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ടൂറിന് വന്ന, അപ്പൊ നമ്മളൊരു ദേശത്ത് ടൂറിന് പോകുമ്പോൾ നമ്മൾ ആദ്യം ആ ദേശത്തെ ഫ്രൂട്ട്സ് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതേ ലോക്കൽ നോളജ്, അപ്പൊ ആ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന, അതിന് ഗൈഡ് എന്ന് പറയും. നമ്മൾ ഒരിടത്ത് എന്ന് വെച്ചാൽ കാട്ടിലോട്ട് പോകുമ്പോൾ ഗൈഡൻ, ഒരു പാമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവി ഉണ്ടെങ്കിൽ, ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ ചെറിയ ഏറ്റവും കൂടുതൽ വിഷജന്തുക്കളുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ പോകാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർത്തോണം, അവിടുത്തെ തവളയ്ക്ക് വരെ വിഷമുണ്ട്. നമ്മുടെ നാട്ടിലെ മൂർഖം പാമ്പിനേക്കാൾ വിഷമുള്ള തവള അതുവഴി നടക്കും. അപ്പം പിന്നെ പലതരം സാധനങ്ങളുണ്ട്. ചെറിയ ഈച്ചയൊക്കെ വന്നിങ്ങനെ കയ്യിൽ ഇരുന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ആള് മരിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കണം ഈ വരുന്ന ഈച്ച ഏതാണ്, ഈ കുരു എന്താണ്, ആ കായ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. അല്ലാതെ ഇത് കണ്ട അന്നാ തിന്നേക്കാം. അപ്പൊ നമുക്ക് ഈ പാരമ്പര്യമായിട്ട് ഇപ്പൊ മാങ്ങ എങ്ങനെയാ നമ്മൾ തിന്നുന്നത്? മാങ്ങ തിന്നുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി പോയി മാങ്ങയെ പറ്റി പഠിച്ച്, മാങ്കോ അത് ഇന്ന വിഭാഗത്തിൽപ്പെട്ട ട്രീ ആണെന്നും അത് ഇന്ന രീതി അതെല്ലാം പഠിച്ച് സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ആദ്യമായിട്ട് മാങ്ങ പൂളി തിന്നല്ല. അങ്ങനെയല്ല, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മുടെ വല്യമ്മച്ച് എന്ത് ചെയ്യാണ്, മാങ്ങ പൂളി തരിക. അപ്പൊ നമുക്ക് അക്ഷരാഭ്യാസം ഇല്ല, പക്ഷെ നമുക്ക് മാങ്ങ തിന്നാൻ കൊള്ളാമെന്നാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സഭയിൽ ജീവിക്കുമ്പോൾ, സഭയിൽ നിന്നാണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അല്ല നമ്മൾ ഈ ഒരു 18 വയസ്സ് വരെ പൂർത്തിയായി കഴിഞ്ഞിട്ടല്ല ദൈവത്തെ മനസ്സിലാക്കുക. ഒന്നും കഴിക്കാതിരിക്കുക, ചക്കയെ പറ്റി സ്റ്റഡി ചെയ്ത് അതിന്റെ സയൻസ് എല്ലാം പഠിച്ചിട്ട് അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ചക്കച്ചോള എന്ത് ചെയ്യാണ്, വല്യമ്മച്ച് ചക്കച്ചോള എടുത്ത് നമ്മുടെ വായി തരിക, നമ്മളിങ്ങനെ തിന്നുക. അന്നത്തെ നമുക്ക് അരക്ക് പറ്റി കഴിയുമ്പോൾ കുഴപ്പമില്ല, എണ്ണ തൂത്താൽ മതി. അപ്പൊ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ചക്ക തിന്നേണ്ടത് എങ്ങനെയാണ്, മാങ്ങ തിന്നേണ്ടത് എങ്ങനെയാണ്, തേങ്ങ തിന്നേണ്ടത് എങ്ങനെയാണ്, കപ്പ തിന്നേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ പഠിക്കുക. അപ്പൊ അല്ലാതെ നമ്മളൊരിക്കലും ഇത് തിന്നാൻ പറ്റത്തില്ല. നമ്മളൊരു ഫോറിൻ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവിടെ കാണുന്ന, ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, അപ്പൊ അവിടെയൊക്കെ പല വിചിത്രമായ കാര്യങ്ങളും കാഴ്ച കിടക്കുന്നൊക്കെ ഉണ്ട്. അതും വലിച്ചു പറിച്ച് തിന്നാൻ പറ്റും. നമ്മൾ ബ്രസീലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം സംഗതിയാണെന്ന് പറയും, നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പിന്നെ പൂക്കളും കായ്കളും ഒക്കെയാണ്, അതെല്ലാം പറിച്ചു തിന്നാൻ പറ്റും. അപ്പൊ അവിടെയുള്ളവരോട് ചോദിച്ചിട്ട് അവിടെയുള്ളവർ പറയും ഇത് തിന്നാവുന്നതാണ്, ഇത് ഇങ്ങനെയാണ് തിന്നേണ്ടത്. അപ്പൊ ഇതിന്റെ ഏത് ഭാഗമാണ് തിന്നേണ്ടത്? ചിലതിൻ്റെത് കുരുവാണ് തിന്നേണ്ടത്, ചിലതിൻ്റെത് കായാണ് തിന്നേണ്ടത്, അല്ലേ? ഇപ്പൊ നമ്മള് പിന്നെ കുരു തിന്നുന്ന സാധനമുണ്ട്, കുരുവിന് കൂടുതൽ മൂല്യമുള്ളതാണ്. അതേസമയം പഴം തിന്നിട്ട് കുരു കളയുന്നുണ്ട്. അപ്പൊ നമ്മളിത് എങ്ങനെ തിരിച്ചറിയുന്നേ? ഇപ്പം മാങ്ങായും തേങ്ങായും ആയിട്ടുള്ള വ്യത്യാസം. മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിന്റെ ഫ്ലഷ് തിന്നിട്ട് അതിന്റെ സീഡ് കളയുകയാണ്. പക്ഷെ തേങ്ങയുടെ ഫ്ലഷ് കളഞ്ഞിട്ട് സീഡ് തിന്നുകയാണ്, അല്ലേ? മാങ്ങായും തേങ്ങായും ആയിട്ടുള്ള വ്യത്യാസം. മാങ്ങ തിന്നുന്നത് പോലെ തേങ്ങ തിന്നാലോ, തേങ്ങ തിന്നുന്ന പോലെ മാങ്ങ തിന്നാലോ. അപ്പൊ ഇതാണ് റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ. അപ്പൊ തിരുവെഴുത്തിനെ ശരിയായ വിധത്തിൽ വിഭജിച്ച് പഠിക്കും. അപ്പൊ ആ വിഭജിച്ച് പഠിക്കാത്തവന്മാർ തമ്മിലുള്ള അടിപിടിയാണ് ഇപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ഈ കാണുന്നത്. പ്രീ ട്രിബുലേഷൻ റാപ്ചർ ആണോ, പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ ആണോ, കർത്താവ് എപ്പോഴാണ് വരുന്നത്? കാരണം കർത്താവ് സ്ഥാപിച്ച സഭയായിട്ട് നിനക്ക് ബന്ധമില്ല, അതുകൊണ്ട് കർത്താവ് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞ് നീ പടി നടത്തി. ഈ കർത്താവ് സ്ഥാപിച്ച സഭയിൽ ആ തറവാടുണ്ടല്ലോ, ആ കുടുംബം, അവരൊരു കാലഘട്ടത്തിൽ ഇത് പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധമില്ലാതെ ഇങ്ങോട്ട് വന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് ഇപ്പുറത്ത് പുസ്തകം കിട്ടിയവര് പുസ്തകം വായിച്ചിട്ട് നോക്കി കഴിയുമ്പോൾ അതും ഇതെല്ലാം തോന്നുക
പിന്നെ രാവിലെ തൊട്ട് അടിപിടിയാണ്. അങ്ങനെയാണോ വരുന്നത്, ഇങ്ങനെയാണോ വരുന്നത്, എങ്ങനെയാ വരുന്നത്? അതുകൊണ്ട് റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ, തിരുവെഴുത്തിനെ ശരിയായി വിഭജിച്ച് പഠിക്കണം. അപ്പൊ അതിലെ അർത്ഥം യേശു കർത്താവ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ദൈവത്തെ കാണണമോ? എന്ത് ചെയ്യണം? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, ആ വാക്യം കണ്ടാലോ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ശ്രദ്ധിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം. അപ്പൊ യേശുവിനെ നോക്കണം. ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിലേക്ക് നോക്കുക. അപ്പൊ അവിടെയാണ് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ വേറൊരു വാക്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ബോധർ ചെയ്യരുത്. അവിടെ വാക്യം കണ്ടേക്കാം, വാക്യം അവിടെ കിടന്നോട്ടെ. വാക്യം അസ്വസ്ഥപ്പെടുത്തുന്നത്, അലോസരപ്പെടുത്തുന്നത് ഈ ബാഡ് കോൺഷ്യസ്, ദുർമനസാക്ഷിയുള്ളവനെയാണ്. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്തുകാർക്ക് അത് അസ്വസ്ഥതയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഒരു വാക്യം കണ്ടുമ്പോഴേക്കും പിന്നെ കണ്ടോ ആ വാക്യം പിന്നെ ഇവരെ ഇങ്ങനെ അസ്വസ്ഥമില്ല. വാക്യം അവിടെ കിടക്കട്ടെ. നമ്മൾ ഈ പണ്ട് ഈ തട്ടും പുറത്തോട്ട് ഇടും തൊണ്ടൊക്കെ, ഈ തേങ്ങ പൊതിച്ചു വരുമ്പോ ഇങ്ങനെ തൊണ്ട് ഇങ്ങനെ നമ്മൾ തട്ടും പുറത്തോട്ട് ഇടുകയാണ്. തട്ടും പുറത്ത് തൊണ്ട് കിടക്കട്ടെ, നമ്മൾ എന്തിനാ ബോധർ ചെയ്യുന്നേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ തട്ടും പുറത്ത് തൊണ്ടിടുന്നത് പോലെ ഈ കുറെ വാക്യങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ അതിനാണ് വായനാ ഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സുറിയാനി സഭയില് വായനാ ഭാഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്, ലക്ഷണറി. അപ്പൊ എന്തിനാണ് വായനാ ഭാഗങ്ങൾ ക്രമീകരിച്ചത്? ഏവങ്കേലിയോൻ ഭാഗങ്ങൾ, പ്രക്സിസ് വായനകൾ, പഴമ വായനകൾ, ഓരോന്നും വായിക്കുന്ന എന്തിനാണ്? അത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പിതാക്കന്മാർ നമുക്കായി ക്രമീകരിച്ചിരിക്കുകയാണ്. ആ ഭാഗങ്ങൾ വായിക്കുക, ഈ ഭാഗങ്ങൾ വായിക്കുക, അത് ശരിയായ വിധത്തിൽ വ്യാഖ്യാനിക്കുക, ശരിയായ വിധത്തിൽ പ്രബോധിപ്പിക്കുക, സഭാജീവിതത്തിൽ ചേർന്ന് നിൽക്കുക. എന്തിനാണ്? ജീവൻ നമ്മിലേക്ക് പ്രവഹിക്കുക. അതാണ് ശരിയായ ക്രിസ്തീയ ജീവിതം. ഇത് നിങ്ങൾ അത് മനസ്സിലാക്കാൻ. അല്ലാതെ ഇതുമായിട്ട് ബന്ധമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ബൈബിൾ മുഴുവനാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മീകമായി മരിച്ചു. കാരണം ദൈവം തമ്പുരാൻ തന്ന തേങ്ങ എന്ന് പറഞ്ഞു ഒരാൾ ദിവസവും ഫുൾ തേങ്ങ തിന്നുകയാണ്. ഏതാ? തൊണ്ടും ചകിരി ചിരട്ടയും കൂട്ടി തിന്നുക, മക്കൾക്കും കൊടുക്കുക. അങ്ങനെ കുറെ നാൾ തിന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ ഈ എപ്പോഴാ കർത്താവ് വരുന്നതെന്നൊക്കെ ചോദിച്ച് ഈ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി കർത്താവ് ഊതുന്നതിന് മുമ്പ് വരുവോ, ഊതിക്കൊണ്ട് വരുവോ, അതോ ഊതി കഴിഞ്ഞ് വരുവോ? 3 വിഭാഗമാണ്. അതായത് ഊതുന്നതിന് മുമ്പ് വരുവോ, ഊതിക്കൊണ്ട് വരുവോ, ഊതി കഴിഞ്ഞിട്ട് വരുവോ. 3 വന്നിട്ട് ഇങ്ങനെ വഴക്ക് പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതാണ് റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ. അപ്പൊ തിരുവെഴുത്തുകളെ ശരിയായി വിഭജിച്ച് പഠിക്കണം. പിന്നെ ഇന്നലെ തൊട്ട് എനിക്ക് കുറെ പേര് 3-4 പേര് എനിക്ക് അയച്ച മെസ്സേജാണ്, പരിശുദ്ധ എന്ന പ്രയോഗം തെറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പരിശുദ്ധ പാത്രികീസ് ബാവായെന്നും പരിശുദ്ധ കാതോലിക്ക ബാവെന്നൊക്കെ ഇന്നലെ മെസ്സേജിൽ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ മനുഷ്യർക്കൊരിക്കലും പരിശുദ്ധ എന്ന് പറയരുത്. ദൈവത്തിന് മാത്രമേ പരിശുദ്ധ എന്ന് പറയാവുള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിപ്പീൻ എന്ന് ദൈവം പറഞ്ഞ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പത്രോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിലും എഴുതിയിരിക്കുകയാണ് ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഇപ്പൊ പാത്രികീസ് ബാവായ പരിശുദ്ധ പാത്രികീസ് ബാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രികീസ് ബാവ കുർബാന ചൊല്ലി കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നെന്ന്, പരിശുദ്ധനാന്ന് പറഞ്ഞാൽ അവര് നടക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് പരിശുദ്ധനാകുന്നു? ദൈവത്തിന്റെ വിളിയാൽ നിങ്ങൾ എന്തിരിക്കുകയാണ്? നിങ്ങളെ വിശുദ്ധ വിളിയാൽ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണമാണ് നമ്മുടെ വിശുദ്ധി. വിളിച്ച വിളിക്കൊത്തവണ്ണമാണ് നമ്മുടെ വിശുദ്ധി. ആ കോള നിമിത്തമാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. പ്രൊനൗൺസിയേഷൻ, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ. ദൈവം പറയാണ് വെളിച്ചമുണ്ടാകട്ടെ. അപ്പൊ എന്ത് ചെയ്യാണ്? വെളിച്ചമുണ്ടായി. കണ്ട, നിങ്ങൾ ഇനി അത് മൈൻഡ് വെക്കണം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് സൂക്ഷിക്കുക. ആ പിക്ചർ, അതായത് വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം. അടുത്തത്
ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പി. കണ്ടോ, ഇപ്പൊ മനസ്സിലായി നമ്മൾ എങ്ങനെ വിശുദ്ധരായ? അല്ലാതെ ഒരു അസൈൻമെന്റ് ദൈവം നമുക്ക് തരികയല്ല. എടാ മക്കളെ, നിങ്ങളെല്ലാം പോയി വിശുദ്ധരായിക്കോ, അതിനുള്ള പണി നോക്കൂ, ഇപ്പൊ തൊട്ട് തുടങ്ങിക്കോ, നാളെ ഇപ്പൊ തൊട്ട് തുടങ്ങി, ഇപ്പൊ നാളെ ഒരുപാട് വിശുദ്ധരാകാൻ പറ്റും. അങ്ങനെയല്ല. ബിക്കോസ് ഓഫ് ഹിസ് വേർഡ്സ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും പ്രൊനൗൺസ് ചെയ്യുകയാണ്. അപ്പൊ ദൈവം പറയാണ്, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകും. അതുപോലെ ദൈവം പറയാം, വിശുദ്ധരായിരിക്കും. നമ്മൾ വിശുദ്ധരായി. അതാണ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾ because of my words, not because of your performance, not depend upon your merit. ഇത് നമ്മുടെ മെറിറ്റ് വെച്ചോ നമ്മുടെ പെർഫോമൻസ് വെച്ചോ അല്ല നമ്മൾ വിശുദ്ധരാകുന്നത്. God pronounced so. ദൈവം അങ്ങനെ പറയുക. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് സഭ പരിശുദ്ധമാണ്, പരിശുദ്ധ സഭ. അപ്പൊ പരിശുദ്ധ സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധനായിട്ട് പറയുന്നത് അല്ലാതെ അത് കേവലം മോർട്ടലാണ്. മോർട്ടൽ ബീയിങ്, ഒരു മർത്യനാണ്, മരണമുള്ള ഒരു മനുഷ്യനാണത്. അതുകൊണ്ടാണ് അത് ഇടയ്ക്ക് ഇങ്ങനെ സംശയം വീണ്ടും ആ മെസ്സേജിൽ അയാൾ ചോദിച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ തന്നതാണ്. അപ്പൊ ദാവീദ്, നമ്മൾ ദാവീദിനെ കുറിച്ച് അറിഞ്ഞു. അപ്പൊ ഒന്നാമത് മോശ ദൈവത്തിന്റെ ആ കരുണയെ കണ്ടു. പിന്നെ ദാവീദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ദാവീദ് കരുണയെ കാണുന്നത്. ഇപ്പൊ 2 ശമൂവേൽ 24 അധ്യായം, 2 ശമൂവേൽ 24 അധ്യായം അതിന്റെ 13 വാക്യം. ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ ഓടിപ്പോവുകയും ചെയ്യുകയോ അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാവുകയോ എന്തു വേണം? എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, നാം വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുത് എന്ന് പറഞ്ഞു. അപ്പം ദാവീദ് പറയാണ്, ദൈവത്തിന്റെ കയ്യിൽ വീഴുക. കാരണം ദൈവം കരുണയുള്ളവൻ, ഞാൻ മനുഷ്യന്റെ കയ്യിൽ വീഴാതിരിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ കരുണയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം ആണ് ദാവീദ് പറയുന്നത്. ദാവീദിനെ കുറിച്ച് ദൈവം പിന്നീട് സർട്ടിഫൈ ചെയ്യുന്നുണ്ട്, എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനാണ്. കാരണം അവൻ എന്നെ അറിയാം, ദാവീദിന് ദൈവത്തെ അറിയാം. കാരണം ദാവീദ് പറയാണ്, നമുക്ക് ദൈവത്തിന്റെ കയ്യിലേക്ക് വീഴാം, ദൈവം കരുണയുള്ളവനാണ്. അതുപോലെ തന്നെയാണ് യെരമ്യാവിനും വലിയ കൺവിക്ഷനാണ് ദൈവത്തിന്റെ കരുണയെപ്പറ്റി. രാവിലെ തോറും നിന്റെ ദയ പുതിയതും നിന്റെ കരുണ വലിയതുമാകുന്നു, ഇറ്റ്സ് ന്യൂ എവരി മോർണിംഗ്. വളരെ വ്യക്തമായിട്ട് യെരമ്യാവ് വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. His mercies never come to an end. They are new every morning. Great is your faithfulness. ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും നിന്റെ കാരുണ്യം പുതിയതാണ്. വിലാപങ്ങൾ 3 യെരമ്യാവ് പറയുകയാണ്. പിന്നെ നമ്മുടെ ഹീറോ ഓഫ് ഫെയ്ത്ത് പൗലൂസ് അപ്പോസ്തലന് കരുണയെക്കുറിച്ചേ പറയാനുള്ളൂ. പൗലൂസിന്റെ കരുണയെക്കുറിച്ചുള്ള ബോധ്യം. പൗലൂസ് പറയുന്നത്, എനിക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ, നമ്മുടെ ഈ ശുശ്രൂഷ, നമ്മളൊരു ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കരുണയാണ്, നമുക്ക് ജീവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കരുണയാണ്. അപ്പൊ ദൈവത്തിന്റെ കരുണയാണ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇനി സുറിയാനി സഭയുടെ പ്രാർത്ഥനകൾ നോക്കിയാലും അതിനകത്ത് മുഴുവൻ ദൈവത്തിന്റെ കരുണയും മനസ്സല്യവുമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവെ കരുണയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ, ഹാവ് മേഴ്സി അപ്പോൺ മീ, കർത്താവ് എന്നോട് കരുണ ചെയ്യണമേ, എപ്പോഴും അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കരുണയാലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ മേഴ്സിയെ കുറിച്ചുള്ള ഒരു കൺവിക്ഷൻ നമുക്ക് ഉണ്ടാകട്ടെ. കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. 1 കൊരിന്ത്യർ 7:25. കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. പൗലോസ് പറയാണ്, എനിക്കൊരു അഭിപ്രായം പറയുന്നു, പക്ഷെ അത് എന്തുകൊണ്ടാണ്? അത് കർത്താവിന്റെ കരുണ നിമിത്തമാണ് ഞാൻ അഭിപ്രായം പറയുന്നത്. ഈ
ഒത്തിരി വാക്യങ്ങളുണ്ട് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 5 ഒരു വാക്യം വായിക്കാം. മലയാള പ്രസംഗമാണ്. മത്തായിയുടെ സുവിശേഷം 5. അവിടെ കർത്താവ് കരുണയെക്കുറിച്ച് നമ്മോട് പറയുകയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇതാണ് ഏറ്റവും ഒരു വലിയ പോയിന്റ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടു, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് കേട്ടു, ദൈവം കാരുണ്യവാനാണ് എന്നൊക്കെ നമ്മൾ കേട്ടു. യേശു പറയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ്? നമ്മൾ ചില കൊച്ചുങ്ങളെ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയോ? കൊച്ചുണ്ടായി കഴിയുമ്പോൾ ആരെ പോലെ ഇരിക്കുന്നേ എന്ന്, അല്ലേ? ഒരു അപ്പനെ പോലെ ഇരിക്കുക, അതൊരു വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്, അഭിമാനമാണ്. ഇപ്പൊ ഒരു കൊച്ചുണ്ടായി, ആ കൊച്ചു അയലക്കംകാരനെ പോലെ ഇരിക്കുന്നല്ലോ, എങ്ങനെ ഇരിക്കും? ഒരു ഭയങ്കര ആഗ്രഹിച്ച് നമ്മളിങ്ങനെ ഒരു കൊച്ചുണ്ടായി, എല്ലാവരും വന്ന് ഇങ്ങനെ കൊച്ചിന് ആരുടെ ഷേപ്പാണ് എന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ അപ്പന്റെ ഷേപ്പല്ല, അയലക്കത്തുള്ള ഒരു ആളുടെ ഷേപ്പ്. ഒരു മറവ് വരെ ഉണ്ട്, അതുവരെ കൃത്യമായിട്ട് കൊച്ചിന് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇരിക്കും? ഇപ്പൊ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ദൈവപുത്രൻ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ വന്നു, എന്നിട്ട് പറയണം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പന്റെ അതേ ഛായയാണ്, അതേ സ്വരൂപമാണ്, അതേ സ്വഭാവമാണ് പുത്രനെ, ആ പിതാവിനെ പോലെ തന്നെ. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കണം. ആ ക്രിസ്ത്യൻ പ്രിൻസിപ്പിള്. എന്നിട്ട് യേശു പറയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പൊ കരുണ ദൈവത്തിൻ്റെതാണ്, പിതാവിൻ്റെതാണ്. നമ്മൾ ആ ദൈവത്തിന്റെ മക്കളെ എത്രത്തോളം ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുന്നു അതനുസരിച്ചാണ് നമ്മൾ ദൈവമക്കൾ എന്നുള്ളത്. അല്ലെങ്കിൽ ആ തറവാടിന് എന്താണ്? അപമാനമാണ്, അല്ലെ? ഈ കൊച്ചു വളരും തോറും ഇവനെ എങ്ങനെയെങ്കിലും ഞെക്കി കൊല്ലണമെന്ന് തോന്നും. കാരണം നാണക്കേടല്ലേ? ആ മറ്റേ അയലക്കത്തുള്ള ആളെ പോലെയാണ് ഇവൻ ഇരിക്കുന്നത്. അപ്പൊ വളരും തോറും ആ സാദൃശ്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുക. അയാൾ ഇങ്ങനെ ചെരിഞ്ഞ് നടക്കുക, അയാൾ കാല് മടക്കി വെക്കുക, വളരും തോറും അത് കൂടുതൽ വ്യക്തമാവും. ഭയങ്കര അപകടമാണ്. അപ്പൊ നമ്മൾ പിതാവിനെ പോലെ ഇരിക്കണം. അപ്പൊ നമ്മുടെ ക്രിസ്ത്യാനികൾ അല്ലെ ആത്മീകരായിരിക്കുന്ന ആളുകൾ അവർ സ്വർഗസ്ഥനായ പിതാവിന്റെ ആ ഭാവം കാണിക്കണം. അതാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. എവിടെയാ? ഫിലിപ്പിയക്കാർക്ക് എഴുതുമ്പോൾ പൗലോസ് പറയാണ് ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ആ ഭാവം? അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം കാര്യമായി പരിഗണിക്കാതെ അവൻ സ്വയം ശൂന്യനാക്കി. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. സ്വയം ശൂന്യനാക്കി. ദൈവത്തോടുള്ള ആ സമത്വമൊന്നും സമാനതയൊന്നും മുറുകെ പിടിക്കണമെന്ന് അവൻ വിചാരിച്ചില്ല. കെനോസിസ്. ഇപ്പം നമ്മുടെ ഇടയിൽ ആ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾക്ക് മുകളിലോട്ട് കയറണമെന്നാ തോന്നുന്നത്. മുകളിലോട്ട് കയറണമെന്ന് തോന്നുന്ന ആർക്കാണ്? ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ എൻ്റെ സിംഹാസനം സമാഗമ പർവ്വതത്തിൽ ഉത്തരഗിരിയിൽ കൊണ്ടുവെക്കും, ഞാൻ അവിടെ വാണരുളും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എനിക്ക് എൻ്റെ സിംഹാസനം പൊക്കണം. എൻ്റെ സിംഹാസനം പൊക്കി 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 ഞാൻ അത് ഉത്തരഗിരിയില് സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവച്ച് ഇങ്ങനെ ഐ വിൽ ബി ഈക്വൽ വിത്ത് ഹിം. ദൈവത്തോട് ഞാൻ സമനാകും. അപ്പൊ എനിക്ക് സമനാകണം, എനിക്കും സമനാകണം എന്ന് ചിന്തിച്ച് തന്റെ സിംഹാസനത്തെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. ആരാണ്? സാത്താൻ അങ്ങനെ ചെയ്യുന്നത്. അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി സമനാണ് പുത്രൻ ഓൾറെഡി സമനാണ്. സമനായിരിക്കുന്നവൻ ആ സമത്വത്തെ എന്ത് ചെയ്യുന്നില്ല? കാര്യമായി പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ മുറുകെ പിടിക്കുന്നില്ല. ഈ സമത്വം സാരമില്ല, എനിക്ക് എന്ത് ചെയ്യണം?
സ്വയം ശൂന്യനാക്കുകയാണ്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. എന്നിട്ട് താഴോട്ട് വരിക. എന്നിട്ട് പൗലോസ് പറയാണ്, ക്രിസ്തുയേശുവിലുള്ള ആ ഭാവം തന്നെ നിങ്ങൾക്കിരിക്കണം. ഇതാണ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ. അപ്പൊ അതാണ് കരുണയെക്കുറിച്ച് നമ്മുടെ കർത്താവും പൗലോസ് ശ്ലീഹായും നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു കർത്താവ് കഥ പറയുകയാണ്. നമുക്കറിയാവുന്ന കഥയാണ്, സ്റ്റോറി ഓഫ് ഗുഡ് സമരിറ്റൻ. നല്ല ശമരിയക്കാരന്റെ കഥ പറഞ്ഞിട്ട് യേശു ചോദിക്കുകയാണ്, ഈ 3 ഏവനാണ് കൂട്ടുകാരനായി തീർന്നത്, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പിന്നെ ഒരു നന്ദി പറയുകയാണ്. എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, ഈ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? വിട്ടുകളി. എന്തെല്ലാം കാര്യങ്ങൾ യേശു പറഞ്ഞു. നമ്മൾ ഒരൊറ്റ കാര്യത്തിലാണ് മുറുകെ പിടിക്കുന്നത്, വിശ്വസിച്ചു സ്നാനപ്പെട്ടു. എത്ര റോങ് തിയോളജിയാണ്, അല്ലെങ്കിൽ എത്ര റോങ് അണ്ടർസ്റ്റാൻഡിങ്. എന്നെ നിങ്ങൾ ആരെങ്കിലും പെന്റക്കോസ്തുകാർ ഈ സമയത്ത് കേട്ടോണ്ടിരിപ്പുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എത്ര തെറ്റിലാണ്. ഞാൻ ആ തെറ്റിലായിരുന്നു. കാരണം ആളുകളെ പെട്ടെന്ന് മുക്കിക്കുക, ഇങ്ങനത്തെ ഉള്ള ഒരു ചിന്താഗതി. ഞാനും അങ്ങനെ അതിലാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ആ നാളുകളിലെല്ലാം ഞാൻ അന്ധനായിരുന്നു. ഞാനും ഈ വാക്യങ്ങളൊക്കെ കാണാറുണ്ട്, പക്ഷെ ചിന്തിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വസിച്ച് സ്നാനപ്പെട്ടു, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്താൽ അത് യേശു പറഞ്ഞ ഒരു വാക്ക് മാത്രമാണ്. പക്ഷെ യേശു എത്രയോ കാര്യങ്ങളാണ്. യേശു ഇവിടെ പറയാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഫ്രം അവർ ലോർഡ്. അപ്പൊ നമ്മുടെ കർത്താവിൽ നിന്നുള്ളൊരു കമാൻഡ്മെന്റ് ആണ്, കൽപ്പനയാണ്. എന്താണ് ആ കൽപ്പന? കരുണ കാണിക്കാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ഒരു ചോയ്സ് ഒന്നുമല്ല, നമ്മുടെ ഒരു ചോയ്സോ നമ്മുടെ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെനവലൻസോ ഒന്നും അല്ല. നമ്മുടെ ഒരു ഔദാര്യമായിട്ട് നമ്മൾ ആളുകളോട് കരുണ കാണിക്കല്ല. ഇറ്റ് ഈസ് കമാൻഡഡ്. വി ആർ കമാൻഡഡ് ടു ഡു ദാറ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അങ്ങനെ ചെയ്യുവാൻ കർത്താവിനാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു നമ്മളോട് എന്ത് ചെയ്തിരിക്കുക? കൽപ്പിച്ചിരിക്കുകയാണ്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ചുങ്കക്കാരനോ, ലൂക്കോസ് വിശേഷം 18:13, ചുങ്കക്കാരനോ ദൂരത്തു നിന്ന് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടു. കരുണയുണ്ടാകണമേ. ദാറ്റ് ഈസ് ദ പ്രയർ. അതുകൊണ്ടാണ് ഈ സുറിയാനി സഭയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കുറിയലായിസോൻ 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 ഈ കുറിയലായിസോൻ കുറിയലായിസോൻ ഈ ഓരോ കുറിയലായിസോനും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ സീക്കിംഗ് ഹിസ് മേഴ്സി. കർത്താവ് എന്നോട് കരുണയുണ്ടാകണമേ, കർത്താവ് എന്നോട് കരുണയുണ്ടാകണമേ, കർത്താവ് എന്നോട് കരുണയുണ്ടാകണം. ഇത് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നമുക്ക് പറയാൻ പറ്റും. ആ ഒരൊറ്റ വേർഡ് പറയുമ്പോൾ ഒരു പ്രയർ. ഇനി സുറിയാനി സഭയോടൊക്കെ വിരോധ ആളുകളുണ്ടെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയാം. കുറിയലായിസോൻ പറഞ്ഞാൽ മതി. അപ്പൊ അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രയർ. അത് കർത്താവിന്റെ ആക്കണ്ട. പിന്നെ ഓരോ കുറിയലായിസോനും പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. ഓക്കെ, ഒരു ഉദാഹരണം, നല്ല ഉദാഹരണം. നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് നമുക്കിങ്ങനെയുണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഇരിപ്പുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഇത് വെച്ച് വേണമെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് വരച്ചാൽ വേണമെങ്കിൽ ഒരു കാർ പോയി മേടിക്കാം. ഇപ്പൊ ഞാൻ ആ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പോവുക, ഒരു കാർ മേടിച്ചു. ക്രെഡിറ്റ് കാർഡ് സംഗതി ശരിയാ, പാസ്സാകും, വണ്ടി കിട്ടും. പക്ഷെ ഞാനിത് തിരിച്ചടയ്ക്കണം. അപ്പൊ ഞാനങ്ങനെ മേടിക്കത്തില്ല. അപ്പൊ നമ്മളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് കയ്യിലിരിക്കുന്നവരാണ് വഷളായി പോകുന്നത്. നമ്മൾ ഭയങ്കര കടബാധ്യത ഉണ്ടാവും. ക്രെഡിറ്റ് കാർഡ് ഇറങ്ങുന്നതിന് മുമ്പ് ആളുകൾക്ക് ഇത്രയും കടമൊന്നുമില്ല. കാരണം കൈ കാശുണ്ടല്ലേ മേടിക്കത്തുള്ളൂ. സത്യത്തിലൊരു ചതിവായി. നമ്മൾ ദൈവത്തോട് കരുണ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുറിയലായിസോൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. തിരിച്ച് എങ്ങോട്ട് അടയ്ക്കേണ്ടത്? തിരിച്ച് നമ്മൾ മേടിക്കുന്ന ബാങ്കിലോട്ടൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല.
നമ്മുടെ ചുറ്റുപാടുമാണ് നമ്മളിത് അടച്ചു തീർക്കുന്നത്, കൊടുത്തു തീർക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏറെ കിട്ടിയവനോട് ഏറെയും ചോദിക്കും ദൈവം. നമ്മൾ ഈ കരുണ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ക്രെഡിറ്റ് കാർഡ് വെക്കുന്നവരെ നമ്മൾ ഇങ്ങോട്ട് വലിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരിലേക്ക് അത് വർഷിക്കണം. അപ്പൊ നമ്മൾ എത്രയും പ്രാവശ്യം നമ്മൾ ഈ കുറിയലൈസോൻ ഷുവറായിട്ട് നമ്മുടെ മേൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദൈവത്തിന്റെ കരുണ ഇങ്ങനെ ഷവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാരുണ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുപാടുകളിൽ, സഹജീവികളിൽ നമ്മൾ ആ കാരുണ്യത്തെ വർഷിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് കിങ്ഡം ഓഫ് ഗോഡിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ആ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ധന്യരായിത്തീരുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ കരുണ കാണിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ ലൈഫ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഈ പിതാക്കന്മാർ ഈ പ്രാർത്ഥന ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അല്ലാതെ അവരൊന്നും കൊടും പാപികളൊന്നും ആയിട്ടല്ല. കാരണം ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാതെ മരുഭൂമി കുത്തിയിരിക്കുക ജീവിതം മുഴുവൻ. ഇനി ഒരാളെ കാണുന്നുമില്ല, അതുവഴി ഒരു മനുഷ്യൻ പോലും വരുന്നുമില്ല. വല്ലപ്പോഴും ഒരാഴ്ച കൂടുമ്പോഴാണ് ഒരു റൊട്ടിയോ ഇച്ചിരി വെള്ളമോ എല്ലാം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ മരുഭൂമിയിലൊക്കെ ഇരിക്കുന്ന താപസന്മാരുണ്ട്. അവരവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവേ കരുണ ചെയ്യണം. എന്തിനാണ് ഈ കരുണ? അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ കരുണ ചെയ്യണം. എന്തിനാണ് കരുണ ചെയ്യുന്നത്? ഞാൻ എന്നെ വലിയ ദ്രോഹമെല്ലാം ചെയ്തു. അല്ല, ഇനി ദ്രോഹം അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം പ്രാർത്ഥിച്ചു തീർന്നല്ലേ, പിന്നെ എന്തിനാ ഇത് കരുണ ചെയ്യണമേ? കർത്താവെ കരുണ ചെയ്യണം. എന്തിനാണ്? നമ്മുടെ ചുറ്റുമുള്ളവരോട് കരുണ കാണിക്കാൻ. നമ്മൾ ചുറ്റുമുള്ളവരോട് കരുണ കാണിക്കാൻ. ഇതാണ് ഓർത്തഡോക്സി. നിങ്ങൾ എന്താണ് ഈ ഓർത്തഡോക്സി എന്ന് മനസ്സിലാക്കണം. ഇതാണ് ഓർത്തഡോക്സി. അപ്പൊ ഓരോന്നും ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾ മണത്ത് നോക്കും ഒറിജിനലാണോ. ഞാൻ ട്രൂ ഓർത്തഡോക്സി എന്താണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? കരുണ ചെയ്യാൻ വേണ്ടിയാണ്, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കരുണ ചെയ്യുക, കരുണ കാണിക്കുക. കരുണ ചോദിക്കുമ്പോൾ നമ്മൾ ആ കരുണ മറ്റുള്ളവരോട് കാണിക്കാൻ നമ്മൾ ബാധ്യതയുള്ളവരാണ്. അതാണ് ദൈവത്തിന്റെ ആ പ്രിൻസിപ്പിള്. അപ്പോൾ ദൈവത്തിന്റെ കിങ്ഡത്തിൽ നമ്മൾ ഫലമുള്ളവരായിത്തീരും. സോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ കരുണ നമുക്ക് ലഭിച്ചു ധാരാളമായിട്ട്. അപ്പൊ ആ കരുണ നമുക്ക് ലഭിച്ചതുകൊണ്ട് നമ്മൾ ആ കരുണ മറ്റുള്ളവരോട് കാണിക്കണം. ഗോഡ്സ് മേഴ്സി. നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, അതോടെ വായിച്ച് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. റോമാലേഖനം 9-ാം അധ്യായത്തിലാണ്. വളരെ പോപ്പുലറായ വാക്യമാണ്. റോമാലേഖനം 9. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. ഈ ശലോമോൻ ഒരു കാര്യം പറയുന്നുണ്ട്. വേഗതയുള്ളവർ ഓട്ടത്തിലും ശൂരന്മാരായവർ യുദ്ധത്തിലും ജയിക്കണമെന്നില്ല. വേഗതയുള്ളവർ ഓട്ടത്തിലും ശൂരന്മാരായവർ യുദ്ധത്തിലും. നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചവരെ നോക്കാം. അപ്പം നന്നായി പഠിക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്ക് നല്ല ജോലിയോ അല്ല നല്ല സ്ഥാനത്തൊന്നും വരാൻ പറ്റി കാണത്തില്ല. എന്നാൽ ആവറേജും ബിലോ ആവറേജും ആയിട്ടുള്ളവർ നല്ല ഉയർന്ന സ്ഥാനത്തും ഒക്കെ ഇരിക്കും. നിങ്ങൾക്ക് കാണാം. അതൊരു അനീതിയായിട്ടൊക്കെ തോന്നും. പക്ഷെ എന്തുകൊണ്ട് കഴിവുള്ളവർ, ടാലന്റ് ഉള്ളവർ, ചില നല്ല പാട്ടുകാർ എങ്ങും എത്താതെ പോയി. ഓട്ടക്കാർ നമ്മൾ ഭയങ്കരമായിട്ട് ഓടുമായിരുന്നു. പക്ഷെ യുദ്ധത്തിൽ ജയിക്കണമെന്നില്ല വീരന്മാർ. ഓട്ടത്തിൽ ജയിക്കണമെന്നില്ല വേഗതയുള്ളവൻ. വേഗതയുള്ളവൻ ചിലപ്പോൾ ഓട്ടത്തിൽ പരാജയപ്പെടാം. സൂര്യന് കീഴെ ശലോമോൻ കണ്ടൊരു കാഴ്ചയാണ്, എഴുതി വച്ചിരിക്കുകയാണ്. വേഗതയുള്ളവർ ഓട്ടത്തിലും ശൂരന്മാരായവർ യുദ്ധത്തിലും വിജയിക്കണമെന്നില്ല. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, എന്താണ്? ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. ദൈവം മോശയോട് പറഞ്ഞ സീക്രട്ടാണ്. സകലതും എന്താണ്? കരുണ തോന്നുന്ന ദൈവത്താലത്രേ സാധിക്കും. സോ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മേഴ്സി ഓഫ് ഗോഡ്. നിങ്ങൾ എന്തെങ്കിലും
ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മേഴ്സി ഓഫ് ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയാണ്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയാണ്, യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. അപ്പോ നമ്മളിപ്പോ ആരാണ്? കരുണാപാത്രങ്ങൾ. നമുക്കൊരു പേരിട്ടിരിക്കുകയാണ്. നമ്മളെ ഏതാണ്? വെസൽസ് ഓഫ് മേഴ്സി. കരുണാപാത്രങ്ങളാണ്, ദൈവത്തിന്റെ കരുണാപാത്രങ്ങളാണ്. നമ്മൾ ഓരോ സാധനം, തേൻ വെക്കാനുള്ള ഒരു പാത്രം, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് വെക്കാനുള്ള ഒരു പാത്രം, ഉമ്മിക്കരി ഇട്ട് വെക്കാനുള്ള പാത്രം, ഇങ്ങനെ പല പാത്രം. നമ്മളൊരു പാത്രമാണ്. എന്തിനുള്ള പാത്രമാണ്? കരുണാപാത്രം. നിങ്ങളത് ഭാവനയെ കാണണം. അത് കരുണാപാത്രമാണ്. യു ആർ എ വെസൽ ഓഫ് ഹിസ് മേഴ്സി. അപ്പൊ കരുണാപാത്രം. നിങ്ങൾ സ്വയം ചിന്തിക്കും, ഞാൻ ഒരു കരുണാപാത്രമാണ്. എന്തിനാണ്? ദൈവത്തിന്റെ കരുണ ഇങ്ങനെ നിറഞ്ഞു വരിക. അപ്പൊ കരുണാപാത്രമായ നമ്മിൽ എന്ത് വെളിപ്പെടും? അടുത്ത് പറയാണ്, തേജസ്സിന്റെ ധനം വെളിപ്പെടും. അപ്പൊ കരുണാപാത്രമായ നമ്മിൽ തേജസ്സിന്റെ ധനം വെളിപ്പെടും. കരുണാപാത്രമായ നമ്മിൽ മൺപാത്രം. വിനു ജോസഫ്, അത് 2 കൊരിന്ത്യർ 4 മൺപാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പൗലൂസിന്റെ ഒരു പ്രയോഗമാണ്. പാത്രമായിട്ട് ഒത്തിരിയുണ്ട്. ഒരു വീട്ടിൽ പല പാത്രങ്ങളുണ്ട്. ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. തിമോത്തിയോസിന് എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ, റോമർക്ക് എഴുതുമ്പോൾ എല്ലാം പൗലൂസ് തുടർച്ചയായിട്ട് ഈ പാത്രത്തെ പറ്റി പറയുന്നുണ്ട്. യെരമ്യാവിന്റെ പുസ്തകത്തിൽ ദൈവം തന്നെ നമ്മളെ ഒരു പാത്രമായിട്ട്, കുശവന്റെ വീട്ടിലെ പാത്രമായിട്ടും ഒക്കെ വെളിപ്പെടുത്തണം. അതൊരു ശൈലിയാണ്. സോ ഇവിടെ നമ്മൾ കരുണാപാത്രമാണ്. ഈ കരുണാപാത്രമായ നമ്മിൽ കരുണ നിറഞ്ഞു കഴിയുമ്പോൾ എന്താ വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം വക്കോളം നിറയ്ക്കുവീൻ. നമ്മൾ ഈ ഉണ്ടല്ലോ, കൊത്തന്റെ ഞായറാഴ്ച ഈ കാനാവിലെ കല്യാണത്തിന് ഈ വെള്ളം നിറയ്ക്കുക. അപ്പൊ ആ 6 കൽപാത്രം ഉണ്ടായിരുന്നു. ആ കൽപാത്രങ്ങളിൽ വക്കോളം നിറയ്ക്കുക, വിളുമ്പ് വരെ നിറയ്ക്കുക, വെള്ളം നിറയ്ക്കുക. വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അത് എന്തായി മാറുകയാണ്? വീഞ്ഞായിട്ട് മാറുകയാണ്. അതുപോലെ നമ്മൾ കരുണാപാത്രങ്ങളാണ്. ഈ കരുണാപാത്രങ്ങളിൽ കരുണ നിറഞ്ഞു കഴിയുമ്പോൾ ആ കരുണ നിറഞ്ഞു കഴിയുമ്പോൾ എന്തായി മാറും? എന്തായിട്ട് ടേൺ ചെയ്യുമെന്നറിയാമോ? ഇവിടെ പറയാണ്, റോമാലേഖനം 9-ാം അധ്യായം 24 വായിക്കണം. റോമർ 9:24. അവിടെ പറയാണ്, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടും. തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടും. റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. ഇപ്പൊ മനസ്സിലായോ? സുറിയാനി പിതാക്കന്മാർ ഇത് പറഞ്ഞ എന്തിനാണ്? സുറിയാനി പിതാക്കന്മാർ ഈ കുറിയലൈസോൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്തിനാണ്? നമ്മിൽ കരുണ നിറയണം. അതിനാണ് പറയുന്നത്, കർത്താവെ കരുണ ചെയ്യണമേ, കർത്താവെ കരുണ ചെയ്യണമേ, കർത്താവെ കൃപയുണ്ടായി കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ. അപ്പൊ ആ കരുണ അങ്ങോട്ട് നിറയണം. നമ്മിൽ ആ കരുണ നമ്മിൽ കരുണ നിറഞ്ഞ് വക്കോളം നിറയുമ്പോൾ എന്തായി മാറും? the riches of his glory will reveal. അപ്പൊ അവന്റെ തേജസ്സിന്റെ ധനം നമ്മിൽ വെളിപ്പെടും. അതിനാണ് നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ന്ന് ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ കരുണ വെളിപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ തേജസ്സിന്റെ ധനം നമ്മിൽ വെളിപ്പെടും. അതാണ് ഈ പറഞ്ഞ മോശയായാലും ദാവീദായാലും യിരെമ്യാവായാലും പൗലൂസ്ലീഹി ആയാലും എല്ലാവരും അവന്റെ കരുണയെ കണ്ടത്. നമ്മുടെ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ആ കരുണയെ കണ്ടത്. സോ നമുക്കും ആ കരുണയെ കാണാം. ആ കരുണയിലാണ് നമ്മുടെ ആശ്രയം. സോ നമുക്കും പ്രാർത്ഥിക്കാം, കുറിയലൈസോൻ, കർത്താവെ കരുണ ചെയ്യണമേ, കർത്താവെ കരുണ ചെയ്യണമേ, കർത്താവെ കരുണ ചെയ്യണമേ. ദാവീദ് പ്രാർത്ഥിക്കുന്ന പോലെ ദാവീദിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ 51-ാം മസ്മൂറ ചേർത്ത് വെച്ചിരിക്കുന്നത്.
മനസ്സിലായോ? സുറിയാനി സഭയുടെ ക്രമത്തിൽ ഈ സങ്കീർത്തനത്തിന് ഈ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഇത്രമാത്രം ഇമ്പോർട്ടന്റ്. നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ലിസണിങ്. നമ്മൾ നവംബർ മാസം 29, 30 2 ദിവസങ്ങളിലാണ് നമ്മുടെ തിരുവല്ലയിലെ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ക്യാമ്പ് ഉള്ളത്. അത് ക്യാൻസൽ ചെയ്തു ഇല്ല എന്നൊക്കെ പലരും പ്രചരിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് കിട്ടി. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. നമ്മുടെ ക്യാമ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് താമസവും ഭക്ഷണവും നൽകും. പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നത് രജിസ്റ്റർ ചെയ്യുക. 8589039039 ആണ് നമ്പർ. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.